ഉമാദേവി AR. അതെ സർ. പ്ലീസ് ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഉമാദേവി AR. ഞാൻ വരുന്നത് പട്ടാമ്പിയിൽ നിന്നാണ്. ഐ എം 30 years old. ഞാനിപ്പോൾ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഡെയിലി വേജ് ആയിട്ട്. ഐ എം എ BAMS ഗ്രാജുവേറ്റ്. എൻ്റെ വീട്ടിൽ അച്ഛൻ, അമ്മ, ഹസ്ബൻഡ്, മകൻ. ദാറ്റ്സ് ഓൾ. ഇപ്പോൾ സ്കൂളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? ഡെയിലി വേജസ്. അതെങ്ങനെ, അത് എത്രമാത്രം നാം ആസ്വദിക്കുന്നു, അല്ലെങ്കിൽ അത് കുട്ടികൾക്ക് എത്രമാത്രം പ്രയോജനപ്പെടുന്നു? ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ എന്തൊക്കെ ഗുണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് അത് ചെയ്യുന്നത് എന്നൊരു ബോധ്യമുണ്ടോ? നല്ലോണം ഉണ്ട് സർ. കാരണം ഞാനിപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനിപ്പോൾ പഠിപ്പിക്കുന്നത് 3ാം ക്ലാസ്സിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടികളുടെ കൂടെ അവർക്ക് വേണ്ട കളികളും പാട്ടുകളും ഒക്കെ പറഞ്ഞുകൊണ്ട് ആണ് ഞാൻ എൻ്റെ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എനിക്ക് 100% പറയാം, നല്ലോണം എൻജോയ് ചെയ്തിട്ടാണ്, അനുഭവിച്ചിട്ടാണ് ഞാൻ എൻ്റെ ക്ലാസ് എടുക്കുന്നത്. UPSC കിട്ടി. UPSC കിട്ടി. അത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹൈസ്കൂൾ ടീച്ചറായിട്ട് ജോലി കിട്ടിയാൽ, അതിന് യോഗ്യത ഉണ്ടല്ലോ, കിട്ടിയാൽ അതിന് പോകുമോ? ഞാൻ പ്രിഫർ ചെയ്യില്ല സർ. കാരണം എനിക്ക് കൂടുതൽ ഇഷ്ടം ചെറിയ കുട്ടികളെയും അവരുടെ ആ ഒരു നിഷ്കളങ്കതയും ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ, ഞാൻ ഡെയിലി വരുമ്പോൾ 2 കുട്ടികളുണ്ടായിരിക്കും എൻ്റെ അടുത്ത് വന്നിട്ട്. ഒന്നുകിൽ എനിക്ക് ഉമ്മ തരും, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും കാർഡ്സ് തരും, ഗുഡ് മോർണിംഗ് എന്തെങ്കിലും പറഞ്ഞിട്ട്. അത് എനിക്ക് ഹൈസ്കൂൾ കുട്ടികളുടെ അടുത്ത് നിന്ന് ഈ ലെവലിലുള്ള ഒരു സ്നേഹം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഒന്നുകിൽ UP അല്ലെങ്കിൽ LP. ഓക്കെ. നിലവിലെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെക്കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഉമാദേവിയുടെ കാഴ്ചപ്പാടിൽ എന്താണെന്നൊന്ന് പറയാം. ആദ്യം ഗുണങ്ങൾ പറയാം. ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ചിട്ടുള്ള ICT അതുപോലെ ഡിജിറ്റലായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ സ്കൂളിലും നല്ല വിപുലീകരിച്ച ലൈബ്രറികൾ, അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ എല്ലാ തരത്തിൽ നോളജ് കിട്ടാനുള്ള വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, അങ്ങനെ നോളജ് കിട്ടാനുള്ള പല സൗകര്യങ്ങളും ഇപ്പോഴത്തെ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചറുകൾ അതൊക്കെ നമ്മുടെ സ്കൂളുകൾക്കുണ്ട്. പക്ഷേ സിലബസ് അത് ഇപ്പോഴത്തെ കുട്ടികൾക്ക് എത്രത്തോളം ആപ്റ്റ് ആണെന്ന് എനിക്ക് മുഴുവൻ തോന്നുന്നില്ല. കാരണം കുറച്ച് സമയവും കുറേ സിലബസും അതിൻ്റെ ഇടയിൽ കുറേ മേളകൾ, അങ്ങനെ കുറേ പരിപാടികൾ വരുമ്പോൾ കുട്ടികൾക്ക് വേണ്ടത് എത്തുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ടീച്ചർമാർക്ക് ഒരു ചോദ്യചിഹ്നമാണ്. ഈ മേളകളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഉമാദേവി സ്റ്റേറ്റ് ലെവലിൽ കൾച്ചർ പ്രോഗ്രാമിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കുട്ടിയുടെ IQ മാത്രമാണോ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടത്? അവന്റെ കരിക്കുലർ, കോ കരിക്കുലർ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് എല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടത് വേണം. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കണക്ക് നമ്മുടെ കൾച്ചറൽ ആക്ടിവിറ്റീസിന് വേണ്ടി ടൈം മാറ്റി വെക്കണ്ട എന്നാണോ പറയുന്നത്? അങ്ങനെ വേണ്ടെന്നല്ല, അതിനനുസരിച്ച് സിലബസിന്റെ ഭാരം കുറയ്ക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. അതായത് നിലവിൽ നമുക്ക് തന്നിട്ടുള്ള കരിക്കുലം ഫ്രെയിംവർക്ക് തന്നിട്ടുള്ള സിലബസിലെ കണ്ടന്റുകൾ കുറയ്ക്കണം. അതും കളികളിലൂടെ കുട്ടികൾക്ക് എത്തിക്കുകയാണെങ്കിൽ ഒന്നും കൂടി അവർക്ക് വേഗം പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഉമാദേവി ജോലി ലഭിക്കുന്നു എന്നങ്ങ് സങ്കല്പിക്കും. അപ്പോൾ അവിടെ ഒരു സ്റ്റഡി ടൂറിനെ സംബന്ധിക്കുന്ന ചുമതല ഉമാദേവിയെ ഏൽപ്പിക്കുകയാണ്. ഇതെങ്ങനെ പ്ലാൻ ചെയ്യും? ആദ്യം നമ്മൾ പോകുന്ന സ്ഥലത്തെയും ദിവസത്തെയാണ് നമ്മൾ കൺവീനിയൻ്റ് ആയിട്ട് തീരുമാനിക്കേണ്ടത്. അത് കുട്ടികൾക്ക് പറ്റുന്ന, കുട്ടികൾക്ക് അപകടം ഒഴിവാക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളായിരിക്കും ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. ഒരു ദിവസം കൊണ്ട്, ചെറിയ കുട്ടികളാവുമ്പോൾ ഒരു ദിവസം കൊണ്ട് പോയി വരാൻ പറ്റുന്ന ഒരു സ്ഥലത്തേക്കായിരിക്കും നമ്മൾ മിക്കവാറും പോവാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് നമ്മൾ ഒരു സ്ഥലമൊക്കെ 1-2 പേരോട് ഡിസ്കസ് ചെയ്താൽ അതിൽ നമുക്ക് പറ്റുന്ന റേറ്റ് അതൊക്കെ നോക്കിയിട്ട് പിന്നെ നമ്മളിത് PTA-യിലും എക്സിക്യൂട്ടീവിലും അവതരിപ്പിക്കും. അവരുടെ സജഷൻസ് കൂടി കിട്ടിയാൽ നമ്മളത് രക്ഷിതാക്കളോടും കുട്ടികളോടും അവതരിപ്പിക്കും. അങ്ങനെ അവരുടെ കൺവീനിയൻസി വെച്ചിട്ട് നമ്മൾ ടൂർ പോകും. ആസ് എ ടീച്ചർ എന്നുള്ള നിലയിൽ ഇപ്പം നമുക്ക് പ്രധാനമായിട്ട് 3 കരിക്കുലംസ് കാണാം. CBSE കാണാം, ICSE കാണാം, സ്റ്റേറ്റ് കാണാം. ഇപ്പോൾ ഒരു കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ LPSA UPSA ടെസ്റ്റ് എഴുതി അതിന്റെ ഇന്റർവ്യൂവിന് പങ്കെടുക്കുന്ന ഒരാൾ അതിനെ ബേസ് ചെയ്തുകൊണ്ടല്ല, ഇതിനെ പൂർണ്ണമായും വസ്തുതാപരമായി വിലയിരുത്തി പറഞ്ഞാൽ ഇത് 3ലും ഏതായിരിക്കും ഏറ്റവും ബെസ്റ്റായിട്ട് തോന്നുന്നത്? എന്തുകൊണ്ട്? ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ICSE കുറിച്ച് കൂടുതൽ അറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ അതിനെപ്പറ്റി എനിക്ക് പറയാൻ അറിയില്ല. CBSE കുറിച്ച് എനിക്ക് കേട്ട ധാരണയുള്ളൂ. അത് ആധികാരികമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഞാൻ കേട്ടിരിക്കുന്ന വിവരം അവിടെ കൂടുതൽ ബൈ ഹാർട്ട് പഠിപ്പിക്കലും
കുത്തിയിരുത്തി പഠിപ്പിക്കലും സ്പൂൺ ഫീഡിങ്ങും ആണ് എന്നാണ്. അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ സ്റ്റേറ്റ് സിലബസ് തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം കുട്ടികൾ, എനിക്ക് എൻ്റെ അനുഭവത്തിൽ കുട്ടികൾക്ക് കളിക്കാൻ പോലും അവിടെ അവർ വിടുന്നില്ല. നമ്മുടെ സ്റ്റേറ്റ് സിലബസ് ആവുമ്പോൾ അതിനായിട്ടൊരു സമയം, പിന്നെ ഇൻ്റർവെല്ലുകൾ, അതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കളിയും പഠനവും ഒരുമിച്ച് നമ്മുടെ കുട്ടികളുടെ കായിക ശേഷിയും വൈജ്ഞാനികപരമായ ശേഷിയും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും നല്ല അവസരം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റേറ്റ് സിലബസ് തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോ കാണാതെ പഠിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോ മാത്തമാറ്റിക്സിലെ മൾട്ടിപ്ലിക്കേഷൻ ടേബിള് നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾക്ക് ആ ടേബിൾ എഴുതി കൊടുത്തിട്ട് അത് പൈഹാർട്ട് ചെയ്യാനല്ലേ പറയാറ്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് എങ്ങനെയായിരിക്കും ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ ടേബിള് താങ്കൾ കുട്ടികളെ പഠിപ്പിക്കുക? ഒരു ഉദാഹരണം പറയാം. ഇപ്പൊ 2ന്റെ ഗുണപട്ടിക അത് പഠിപ്പിക്കണമെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് ഗുണനം എന്ന് പറയുന്നത് കൂട്ടലുകളുടെ ഒരു കൂട്ടലാണല്ലോ. ഒരു സംഖ്യ പലതവണ കൂട്ടുമ്പോഴാണല്ലോ അത് ഗുണനാവുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ ഒരു മുത്ത്, അല്ലെങ്കിൽ മഞ്ചാടി, അല്ലെങ്കിൽ ഈർക്കിൽ കഷ്ണം, ഒരു 20 എണ്ണം നമ്മൾ വെച്ചു കൊടുക്കുക. എന്നിട്ട് രണ്ടെണ്ണം മാറ്റി മാറ്റി വെച്ച് കൂട്ടങ്ങളാക്കി അങ്ങനെ 2ന്റെ ഗുണനപ്പട്ടിക അവർ പഠിക്കും. അതായത് നമ്മൾ അതിനകത്ത് മോഡൽസും എയ്ഡുകളും യൂസ് ചെയ്യണം. അത് അങ്ങനെയുള്ള ഒരു നല്ല അഭിപ്രായമുണ്ട്. അങ്ങനെയാണെങ്കിൽ മോഡൽസും എയ്ഡ്സും യൂസ് ചെയ്യാൻ പറ്റിയ തരത്തിൽ ഒരു ക്ലാസ് ഒന്ന് എടുക്കാവോ? ഈ ഒരു പരിമിതമായ സാഹചര്യത്തിൽ ഞങ്ങളെയൊക്കെ കുട്ടികളായിട്ട് കണക്കാക്കിക്കൊണ്ട് ഗണിതം ക്ലാസ്, ഗണിതോ ഏത് സബ്ജക്ട് വേണേലും എടുക്കാം. ഓക്കെ. ഗുഡ് മോർണിംഗ്. എന്താ എല്ലാവരും രാവിലെ ഇങ്ങനെ ഉഷാറില്ലാണ്ടിരിക്കണേ? ഭക്ഷണമൊന്നും കഴിച്ചില്ലേ? കഴിച്ചോ അല്ലേ? എന്താ രാവിലെ കഴിച്ചേ? ഇഡ്ഡലി. എന്താ കഴിച്ചേ? രാവിലെ അപ്പം. ഓക്കെ. എന്നാലും ഒരു ഉഷാറില്ലല്ലോ. എന്താ തണുത്തിരിക്കണ്ടല്ലോ ആകെ? ഇന്നലെ പെയ്ത മഴയുടെ ആണോ? ഇത് നമുക്കൊരു മഴയുടെ പാട്ട് പാടിയാലോ? പാടാം. അപ്പം പാടുവോ? എന്താ ഉഷാറില്ലാത്ത? പാടും. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. മഴ പെയ്യണ്, പറ കേൾക്കണ്, ആകാശം ചോർന്നൊലിക്കണ്, ഇടി വെട്ടണ്, പട കേക്കണ്, മേഘങ്ങൾ തല്ലുകൂടണ്, മഴ പെരുമഴ, മഴ പെരുമഴ. എന്താ ഈ പെരുമഴ എന്ന് വെച്ചാല്? ഓക്കെ, വെരി ഗുഡ്. താങ്ക് യു. ടേക്ക് യുവർ സീറ്റ്. അപ്പം ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുന്ന അനേക ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾ DEdും BEdും ഒക്കെ പാസ്സായി, സെറ്റും നെറ്റും ഒക്കെ പാസ്സായി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ വളരെ വിമർശനാത്മകമായിട്ടുള്ളൊരു ചോദ്യം ചോദിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് എനിക്ക് തോന്നുന്നു ഉമാദേവിക്ക് ആത്യന്തികമായി ഒരുപക്ഷെ തൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്നും നല്ലൊരു ഉത്തരം അതിന് ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. കേരളത്തിലെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്കും വേണ്ടി ഉത്തരം പറയാനാണ് ഞാൻ ഈ ഒരു ചോദ്യം ചോദിക്കുന്നത്. കേരളത്തിലെ നിലവിലെ എയ്ഡഡ് സ്കൂളുകളിലെ മുഴുവൻ നിയമനവും പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി നടത്തണം എന്ന് ഒരഭിപ്രായം മുന്നോട്ട് വെക്കാൻ കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ എന്തുകൊണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇത്രയധികം എയ്ഡഡ് സ്കൂളുകൾ ഉള്ളത്. ബാക്കി സംസ്ഥാനങ്ങളിലൊന്നും ഇത്രയധികം എയ്ഡഡ് സ്കൂളുകൾ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ എടുക്കുകയാണെങ്കിൽ അവരിതിനൊരിക്കലും ഫുൾ നിയമനം ഇവരുടെ ആക്കാൻ വേണ്ടി സർക്കാരല്ല, മാനേജ്മെൻറ്റുകൾ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എൻ്റെ ഒരു പെർസ്പെക്റ്റീവിൽ മുഴുവൻ പോസ്റ്റുകൾ ഇല്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ഓഫ് ദ പോസ്റ്റുകൾ കൊടുക്കുന്നുണ്ട്. പുതിയ 2 വേക്കൻസി വരുമ്പോൾ 1:1 അത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ കൂടുതൽ വേക്കൻസികൾ PSCക്ക് കൊടുക്കാം. പക്ഷെ അതും PSC വഴിയല്ല, സംവരണം തന്നെയാണ്. അവർക്ക് കൊടുക്കണമെന്നുള്ളതല്ല, PSCക്ക് കൊടുത്തിട്ടില്ല. മറ്റേ നമ്മുടെ സ്കൂളിലുള്ള ടീച്ചർമാര്, ബാങ്കിലുള്ള. ഓക്കെ സാർ, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് ഇൻഫ്രാസ്ട്രക്ചറിലാകട്ടെ മറ്റെല്ലാ കാര്യങ്ങളിലും വളരെ വിപ്ലവകരമായ പരിവർത്തനം വരുത്തിയ ഒരു പദ്ധതിയായിരുന്നു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. അത് ഏത് പദ്ധതിയുടെ ഭാഗമായിരുന്നു? ഒരു 5 പദ്ധതിയായിരുന്നു അത്. ഓക്കെ, ആ പദ്ധതിയുടെ പേര് പറയൂ. അത് നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ വജ്ര ജൂബിലി ആഘോഷം 2016 അതിനോടനുബന്ധിച്ചുണ്ടായ ഒരു പദ്ധതിയാണ്, ഒരു വലിയ പദ്ധതിയാണ്. ഈ ലൈഫും ഒക്കെ ഇതിന്റെ കൂടെ വന്ന പദ്ധതികളാണ്. നവകേരള മിഷൻ. യെസ്.
വിദ്യാഭ്യാസ അവകാശ നിയമത്തെ കുറിച്ച് താങ്കൾക്ക് എന്താ അഭിപ്രായം? അതായത് 2009 RTA അല്ലേ സർ? 2009 ഇത് നിയമമായിട്ട് വന്നത് 2010 RTA എന്ന് പറയുമ്പോൾ കുട്ടികൾക്കല്ല 6 മുതൽ 11 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും നിർബന്ധമായിട്ട്. 11 ഉറപ്പാണോ? 12 ആണോ? സോറി 14. യെസ് 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എല്ലാവർക്കും നമ്മുടെ വിദ്യാലയങ്ങളിൽ നിർബന്ധവും ആയിട്ടുള്ള വിദ്യാഭ്യാസം ഉറപ്പാക്കുക. അത് രക്ഷിതാക്കളുടെയും കൂടി കടമയാണെന്ന് ഉറപ്പിക്കാനുള്ള ഒരു നിയമമായിരുന്നു RTA. അതിൽ നമ്മുടെ ഭരണഘടനയിൽ ഒരു ആർട്ടിക്കിൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ, മൗലികാവകാശങ്ങളില് 21A. ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ പ്രത്യേകിച്ച് മാനവശേഷി വികസനത്തിൽ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു നിയമമാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 2002 86th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെന്റിലൂടെ കൊണ്ടുവന്ന് 2009 പാസ്സാക്കി 2010 എഫക്റ്റീവായി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്കൂളുകളിൽ പ്രകടമായ ഒരു മാറ്റം ഉണ്ടാക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ PTA മെമ്പർ ആകണമെങ്കിൽ അവരുടെ കുട്ടികൾ ആ സ്കൂളിൽ പഠിക്കണം. പക്ഷെ സമൂഹത്തിൽ ആ സ്കൂളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിൽ പൗരപ്രമുഖന്മാരെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും നവോത്ഥാന മേഖലയിൽ നിൽക്കുന്നവരെയും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കമ്മിറ്റി ഈ റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ സ്കൂളുകളിലും ഉണ്ട്. ഏതാണെന്നൊന്ന് പറയാം. SWC ആണോ? SWC ആണോ അതോ SMC ആണോ? SMC. ഇന്നത്തെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അഭിപ്രേരണയുടെ പ്രാധാന്യം എന്താണെന്നൊന്ന് പറയാമോ? അഭിപ്രേരണ എന്തായാലും വേണം. അതെന്താ കുട്ടികൾക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള ഒരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തായാലും കുട്ടികൾക്ക് കൊടുക്കേണ്ടത് തന്നെയാണ് അഭിപ്രേരണ. അത് ഓരോ തലത്തിലുള്ള കുട്ടികൾക്ക് ഓരോ രീതിയിലായിരിക്കും കൊടുക്കേണ്ടത്. കുറച്ച് നമ്മൾ ബാക്കിൽ നിൽക്കുന്ന എന്ന് പറയുന്ന കുട്ടികൾക്ക് കുറച്ചധികം അഭിപ്രേരണ നമ്മൾ കൊടുക്കേണ്ടി വരും. മുന്നിലുള്ള കുട്ടികൾക്കും കൊടുക്കണം. അവർക്ക് അവരുടെ നിൽക്കുന്ന സ്റ്റേജിൽ നിന്ന് മുന്നോട്ട് പോകാനായിട്ട് അഭിപ്രേരണ ടീച്ചിങ് മാനുവലിനെ കുറിച്ചാണ്. ടീച്ചിങ് മാനുവൽ എന്ന് പറയുമ്പോൾ നമ്മളെ ക്ലാസ് സ്ട്രിക്റ്റ് ആയിട്ട് പോകാനും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അച്ചടക്കത്തോടെ പോകാൻ വേണ്ടി ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു രേഖയാണ് ടീച്ചിങ് മാനുവൽ. ആ ടീച്ചിങ് മാനുവലിൽ 3 പാർട്ടുകളുണ്ട്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുമ്പോൾ നമ്മളതിൽ പാഠത്തിൻ്റെ പേര്, അതിലെ ശേഷികൾ, നൈപുണികൾ, പിന്നെ നമ്മുടെ ടീച്ചറിൻ്റെ പേര്, ക്ലാസ്, അതൊക്കെ എഴുതും. രണ്ടാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ അതിൻ്റെ ക്ലാസ്സിലുണ്ടായ വിലയിരുത്തൽ. മൂന്നാമത്തെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിഫലനാത്മക കുറിപ്പ്. നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് എന്തൊക്കെ പ്രക്രിയ പേജിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തേണ്ടത്? പ്രക്രിയ പേജിൽ നമ്മൾ പ്രവർത്തനങ്ങളും വിലയിരുത്തലും. ഇപ്പോഴ് നമ്മുടെ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം അനുസരിച്ച് ഒരു അധ്യാപിക എന്നുള്ള രീതിയിൽ നമ്മൾ IT സംബന്ധമായ കുറേ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അറിയുമോ? IT സംബന്ധമായിട്ട് മുഴുവൻ അറിയില്ല സർ. മുഴുവൻ അറിയില്ല എങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഇപ്പോൾ ഒരു സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂൾ എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്, കൈറ്റ്സ് ഓപ്പൺ സ്കൂൾ ലേണിംഗ്. എന്താണത്? കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ തുടക്കക്കാരായ ടീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സാം പോലെയുള്ള ഒരു പദ്ധതിയാണ്. അത് പാസ്സായാൽ മാത്രമേ നമുക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പരിശീലന പദ്ധതിയാണ്. കറക്റ്റ് ആണ്. പരിശീലനം. ആ പരിശീലനത്തിന്റെ ഒടുവിൽ നമ്മൾ കൂള് നടത്തുന്ന ഒരു ബേസിക് കമ്പ്യൂട്ടർ കോഴ്സ്, അതിന് വിജയകരമായി നമ്മൾ പാസ്സാകണം. പാസ്സായാൽ മാത്രമേ നമ്മുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യൂ. അതാണ് അത് 1/12/2018 ശേഷം ജോയിൻ ചെയ്യുന്നവർക്കാണത് ബാധകമായിട്ടുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്കൂളിൽ നടത്തുന്ന ആ പരീക്ഷ പാസ്സായി സർട്ടിഫിക്കറ്റ് വാങ്ങിയാൽ മാത്രമേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യൂ. ഏത് തരത്തിലുള്ള മ്യൂസിക് കേൾക്കുന്നതാണ് ഇഷ്ടം? ശാസ്ത്രീയ സംഗീതമാണോ അതോ? അല്ല, എനിക്ക് സിനിമാ ഗാനങ്ങളാണ് ഇഷ്ടം. സിനിമാ ഗാനങ്ങൾ ഇപ്പം എനിക്ക് തോന്നുന്നു ഈ ലെസൺ വെച്ച് ക്ലാസ് എടുത്ത സമയത്ത് മ്യൂസിക്കാണ് അതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഉമ എന്ന് പറയുന്ന അധ്യാപികയുടെ ജീവിതത്തില് ഹസ്ബൻഡ് ഒരു ഹൈസ്കൂൾ ടീച്ചറാണ്. എന്ത് ഇൻഫ്ലുവൻസ് ചെലുത്തിയിട്ടുണ്ട്? നല്ലോണം ഇൻഫ്ലുവൻസ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ആസ് എ ടീച്ചർ ഹസ്ബൻഡിനേക്കാളും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് എൻ്റെ അമ്മയാണ്. ആസ് എ ടീച്ചർ എങ്ങനെയൊക്കെ നമ്മൾ ആവണം എന്നുള്ളത് അമ്മേനെ കണ്ടാണ് ഞാൻ പഠിച്ചത്. എൻ്റെ അമ്മ ഒരു LP സ്കൂൾ ടീച്ചറായിരുന്നു, റിട്ടയർ ചെയ്തു. അപ്പോൾ അമ്മ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും കുട്ടികൾക്കുള്ള അമ്മയോടുള്ള ആ ഒരു സ്നേഹം, അമ്മയ്ക്ക് കുട്ടികളോടുള്ള ഒരു കരുതൽ, ഇതൊക്കെ എനിക്ക് വല്ലാണ്ട് എന്നെ ആകർഷിച്ച
ഘടകങ്ങളാണ്. പിന്നെ അമ്മ എപ്പോഴും പറയാറുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മൾ കുട്ടികളിൽ ഒരാളായിട്ട് മാറുക. അവർക്ക് വേണ്ട നമ്മൾ ചെയ്തു കൊടുത്താൽ അവർ നമ്മുടെ അടുത്തേക്ക് വന്നോളും. ഇതായിരുന്നു എനിക്ക് അമ്മ തന്നൊരു ഗൈഡൻസ്. കുട്ടികൾ കുറ്റകൃത്യങ്ങൾ ചെറിയ ചെറിയ കുരുത്തക്കേടുകൾ കാണിക്കുമ്പോഴത്തേക്ക് കമ്പെടുക്കരുത് എന്ന് ഉണ്ടല്ലോ. ഇപ്പൊ ഈ ഹൈക്കോടതി ഈ സമീപ സമയത്ത്, അതായത് വിത്തിൻ ഡേയ്സ് ആവുന്നേ ഉള്ളൂ, ഹൈക്കോടതി ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു ടോക്ക് നടത്തി. അതായത് കുട്ടികളുടെ ശിക്ഷാ നടപടികളിൽ അധ്യാപകർ കമ്പെടുക്കുമ്പോഴത്തേക്ക് അധ്യാപകർ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിചേർക്കപ്പെടുന്നു എന്നുള്ളത് അല്ലേ. അതുപോലെ തന്നെ പോക്സോ എന്ന് പറയുന്ന ഒരു നിയമവും ഒരുപാട് ദുരവ്യാപകമായിട്ട് ഒരുപാട് തെറ്റായ രീതിയിൽ അധ്യാപകർക്കെതിരെ ഉപയോഗിക്കുന്നുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഉമ എന്താണ് അഭിപ്രായം? ഒട്ടും അടിക്കരുത് എന്നുള്ളതിന് ഞാൻ യോജിക്കുന്നില്ല സർ. കാരണം പ്രത്യേകിച്ച് നമ്മൾ LP സ്കൂളിലെ കുട്ടികളെയാണ് മാനേജ് ചെയ്യുന്നത്. ഒരു പരിധി കഴിഞ്ഞാൽ അവരുടെ ക്ഷമയും നഷ്ടപ്പെടും, ചെറിയ കുട്ടികളല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ ഒന്ന് പേടിപ്പിക്കാൻ അല്ലെങ്കിൽ അത്രയും സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെറിയൊരു അടി കൊടുക്കാം എന്നുള്ള കാഴ്ചപ്പാടാണ് എനിക്ക്. പിന്നെ ആദ്യമേ പറയാം, എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ രക്ഷിതാക്കളും അടിക്കുവാൻ പ്രശ്നമില്ലാത്തവരാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് കൊടുത്തോളൂ എന്ന് പറയുന്ന രക്ഷിതാക്കളാണ് ഭാഗ്യവശാൽ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് വല്ലാണ്ട് വികൃതി കാണിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഞാൻ അടിക്കുന്നതിൽ തെറ്റില്ല എന്നാണ്. സംഗീതം ഇഷ്ടപ്പെടുന്ന ഉമാദേവിയോട് സംഗീതത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം ഏതാണെന്ന് അറിയാമോ? ഓർമ്മയില്ല. അത് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എല്ലാ വർഷവും കേരള സർക്കാർ പ്രവേശനോത്സവവുമായി ബന്ധപ്പെട്ട ഓരോ ഗാനം നമുക്ക് വേണ്ടി പുറത്തിറക്കുന്നുണ്ട്. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഈ അടുത്ത സമയത്ത് ഒരു വാർത്ത ഉണ്ടായിരുന്നു, കൗതുകകരമായിട്ടുള്ളൊരു വാർത്തയാണ്. ഒരു ടീച്ചർ ചുരിദാർ ഉടുത്തുകൊണ്ട് സ്കൂളിൽ വന്നപ്പം അവിടുത്തെ പ്രഥമ അധ്യാപിക നാളെ മുതൽ ടീച്ചർ ചുരിദാർ ഉടുത്തുകൊണ്ട് വരണ്ട, സാരി ഉടുത്തുകൊണ്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ വളരെ ചർച്ചയായിട്ടുള്ളൊരു സംഭവമായിരുന്നു. ഈ ടീച്ചർ ഹൈക്കോടതിയെ സമീപിച്ചു. വാട്ട് അബൌട്ട് യുവർ ഒപ്പീനിയൻ അബൌട്ട് ദ ഡ്രസ് ഓഫ് എ ടീച്ചർ? ടീച്ചർ ഹൈക്കോടതിയെ സമീപിച്ചാൽ ഞാൻ തെറ്റൊന്നും പറയില്ല. കാരണം ഒരു വേഷം എന്നുള്ളത് അവനാൻ്റെ സ്വന്തം പേഴ്സണൽ ചോയ്സാണ്. മാന്യമായിട്ട് വേഷം ധരിച്ച് സ്കൂളിൽ പോവുകയാണെങ്കിൽ അത് ടീച്ചർക്കാവാം. അതിന് ആ HMന് ഒരിക്കലും എതിര് പറയാൻ പറ്റില്ല. ഇപ്പം അടുത്ത് സ്കൂളിൽ സാരി നിർബന്ധമല്ല എന്നുള്ള രീതിയിലും ഓർഡറുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചുരിദാർ ഇട്ടതിന് ശിക്ഷിക്കാനൊന്നും HMന് പാടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ ഈ വരുന്ന UPSC കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സർ.